Hi friends, T-Square പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ്. കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ അടുത്ത് ഒരാൾ ചോദിച്ചിരുന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ മികച്ച എൻട്രി ലെവൽ ക്യാമറകൾ ഏതൊക്കെയാണ്, മികച്ച കുറച്ച് ക്യാമറകളെ കുറിച്ചിട്ട് ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഒരു മികച്ച ക്യാമറയെ കുറിച്ചല്ല ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു ലെൻസിനെ കുറിച്ചിട്ടാണ്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ മികച്ച ഒരു ലെൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ലെൻസ് അവിടെ ഇരിക്കുന്നുണ്ട്, കണ്ടില്ലേ? ഈ ലെൻസാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. നിക്കോൺ D3500 70-300 ലെൻസാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നിക്കോണിൻ്റെ DX ഫോർമാറ്റിൽ വരുന്ന DX ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ക്രോപ്പ് സെൻസർ ലെൻസാണ്. ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് ഉപയോഗിക്കുന്ന ലെൻസാണിത്. അത്തരം ആ ഒരു രീതിയിൽ വരുന്ന ഒരു ലെൻസാണ് ഈ ഒരു 70-300 ലെൻസ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വരുന്നത് 70 മുതൽ 300 വരെയാണ് ഇതിൻ്റെ വേരി ചെയ്യുന്നത്. അപ്പർച്ചർ വാല്യൂ നോക്കുകയാണെങ്കിൽ 4.5 to 6.3 ആണ് ഇതിൻ്റെ ഒരു അപ്പർച്ചർ ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ലെൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ VR അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ, നമ്മൾ സോണി ക്യാമറകൾ പറയുന്നത് പോലെ സോണി ക്യാമറകൾ നമ്മൾ OSS അഥവാ ഒപ്റ്റിക്കൽ സ്റ്റഡി ഷോട്ട് എന്ന് പറയാറുണ്ട്. നമ്മുടെ ലെൻസിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ, അത് നമ്മുടെ നിക്കോണിൻ്റെ ഇൻ ടേംസ് ഓഫ് നിക്കോൺ പറയുമ്പോൾ VR എന്നാണ്, അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ എന്നാണ് പറയുക. അത് എനേബിൾഡ് ആയിട്ടുള്ള ലെൻസാണ് ഈ ഒരു 70-300 ലെൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ മികച്ച ലെൻസാണ്. കാരണം 70-300 വരെയാണ് ഇതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് വേരി ചെയ്യുന്നത്. 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറച്ച് ദൂരെയുള്ള സാധനങ്ങളാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുന്നതിന് നമുക്ക് ഈ ലെൻസ് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല വൃത്തിയായിട്ട് ഇത് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മികച്ച പോർട്രേറ്റുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലെൻസാണ് ഈ ഒരു ലെൻസ്. അത്യാവശ്യം നല്ല ബൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെൻസ് തന്നെയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കൊരു പ്രൈം ലെൻസിൻ്റെ അത്രയില്ല, എന്നാലും ഏകദേശം അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ളൊരു ബൊക്കെ നമുക്ക് ഈ ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലെൻസിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബിൽറ്റ് ക്വാളിറ്റി, അത്യാവശ്യം നല്ല ബിൽറ്റ് ക്വാളിറ്റി തന്നെയാണ് ഈ ലെൻസ് നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു മെറ്റൽ ബോഡി അല്ല, ഒരു പ്ലാസ്റ്റിക് ബോഡി പോലത്തെ ഒരു ബോഡിയാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ലെൻസ് കൂട്ടി നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്തതാണ്. നമ്മൾ ക്യാമറ വാങ്ങിയ സമയത്ത് തന്നെ ഒരു കോംബോ കിറ്റ് വാങ്ങിയതാണ്. അത്യാവശ്യം വില കൂടിയ കോംബോ കിറ്റ് എന്നല്ല, കുറേ 2 ഹുഡും അങ്ങനെ ഫിൽറ്ററൊക്കെ ഉള്ളൊരു കോംബോ കിറ്റ് വാങ്ങിയൊരു ലെൻസ് ഹുഡാണ്. അത്യാവശ്യം നല്ല സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ലെൻസിൻ്റെ ഓപ്പണിംഗ് കണ്ടില്ല, ഈ ഒരു ഭാഗത്തുള്ള ഓപ്പണിംഗ് അവിടെയും ഇവിടെയും കൊണ്ട് ഇടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള ലെൻസ് ഹുഡാണ്. നിക്കോണിൻ്റെ ലെൻസ് ഹുഡെന്നല്ല, ഒരു തേർഡ് പാർട്ടിയാണ്. വലിയ കുഴപ്പമില്ലാത്ത സാധനം തന്നെയാണ്, വലിയ ഒരു മോശമില്ലാത്തതാണ്. ഇത് ലെൻസിൻ്റെ എക്സ്റ്റേണൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇവിടെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഡയമീറ്റർ, ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്, ഇതിൻ്റെ അപ്പറേച്ചർ എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഫ്രണ്ട് സൈഡിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്യാമറ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം സാധാ ലെൻസുകളുള്ള പോലെ തന്നെ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ റിങ്ങുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത് വലിയൊരു റിങ്ങാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമ്മുടെ സൂം റിംഗ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൂം റിംഗ് 70-300 വരെ വേരി ചെയ്യുന്ന സൂം റിംഗ് ആണ്. അതിന് തൊട്ട് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫോക്കസ് റിങ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റിയ റിങ് തന്നെയാണ്. നല്ലൊരു ഫോക്കസ് റിംഗ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ഒബ്ജക്റ്റീവ് ഫോക്കസ് മാറുന്നതിനൊക്കെ നല്ല മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റിയൊരു ഫോക്കസ് റിംഗാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 റിങ്ങുകൾ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇതിൻ്റെ ലെൻസിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എത്രയാണ് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് വേരി ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ വാല്യൂസ്, പിന്നെ അതിൻ്റെ VR ഉണ്ടോ, പിന്നെ DX ഫോർമാറ്റിലെ ലെൻസാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വേരിയിങ് ഫോക്കൽ ലെങ്ത്തുകളാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. അത്രയാണ് ഈ ഒരു ലെൻസിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ലെൻസിൻ്റെ പോരായ്മയായിട്ട് പറയാവുന്നത് ക്രോമാറ്റിക് അബറേഷൻ എന്നുള്ളൊരു ടൈം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൂരെ ഒരു കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷിയുടെ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ലെൻസൊക്കെ എടുത്ത് നമ്മൾ 300 mm സൂം ചെയ്തിട്ട് നമ്മൾ ആ പക്ഷിയുടെ ഫോട്ടോ എടുത്തു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നോക്കിയ ഫോട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ സൂം ചെയ്തപ്പോൾ ഫോക്കസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ പക്ഷിയുടെ പിന്നെ ആ കൊമ്പിൻ്റെ ഒക്കെ എഡ്ജ് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഈ ഒരു ഫോട്ടോ തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലായിട്ട് സാധിക്കും. ഈ ഒരു പ്രാവ് ഇരിക്കുന്നുണ്ട്, നമ്മുടെ കൊമ്പിൻ്റെ മുകളിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൊമ്പിലും പ്രാവിൻ്റെ ഒരു എഡ്ജസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ കളർ ലൈൻ, ഒരു ലെയർ മാതിരി കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ ക്രോമാറ്റിക് അബറേഷൻ എന്നുള്ള ടേം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് നമുക്ക് പറയാൻ കാരണം ആ ഫോട്ടോയുടെ ഒരു ഭംഗി പോകുന്നുണ്ട്. ശ്രദ്ധിച്ചാലേ പക്ഷേ ഈ സംഭവം കാണുള്ളൂ ഫോട്ടോയിൽ, അതും വേറൊരു കാര്യമാണല്ലോ. പിന്നെ എൻട്രി ലെവലായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, എൻട്രി ലെവലായിട്ട് നമ്മൾ ഈ ഒരു ലെൻസും ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ അവർക്കൊരു പ്രശ്നമില്ല. കാരണം ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനും അങ്ങനെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ആയിരിക്കും നമ്മളൊരു ഫോട്ടോ എടുക്കുന്നത്. എന്നാൽ നമ്മൾ പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുക്കുന്നവരാണെങ്കിൽ ഒരു മാഗസീൻ്റെ കവർ ഫോട്ടോയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാമറ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു പോരായ്മ തന്നെയാണ്. കാരണം അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ ഒരു ബ്ലൂ ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഒരു വൃത്തിയായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പോരായ്മയുള്ളതാണ് എനിക്ക് പറയാനായിട്ട് സാധിക്കുക. പിന്നെ ഇതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ കുറച്ച് പഴയ ലെൻസുകൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വൈബ്രേഷൻ റിഡക്ഷൻ അഥവാ സ്റ്റെബിലൈസേഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ലെൻസുകളിൽ അവൈലബിൾ ആയിരുന്നു. ലെൻസിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ബട്ടൺസ് അവൈലബിൾ ആയിരുന്നു, സെപ്പറേറ്റ് ബട്ടൺസ്.
എന്നാൽ ഇപ്പോൾ അതിൻ്റെ മെക്കാനിസംസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബോഡിയിൽ തന്നെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് വൈബ്രേഷൻ റിഡക്ഷൻ എനേബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ ഫോക്കസ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫോക്കസ് മോഡ് മാറ്റുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ബോഡിയിൽ തന്നെയാണ് അതിൻ്റെ സെറ്റിങ്സ് വന്നിട്ടുള്ളത്. അത്രയാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മളിതിൻ്റെ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 17,500 രൂപയുടെ അടുത്ത് 17,500-നും 17,000-നും ഇടയ്ക്കാണ് ഈ ഒരു ലെൻസിൻ്റെ വില വന്നിട്ടുള്ളത്. ലിങ്ക് ആമസോണിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു ലെൻസ് ഓൾസോ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്, നമുക്ക് കോംബോ കിറ്റുകളായിട്ട് അവൈലബിൾ ആണ്. നിക്കോണിൻ്റെ D3500 D5600 ഈ രണ്ട് ക്യാമറകളിലൊപ്പം നമുക്ക് ഒരു കിറ്റ് ലെൻസും പിന്നെ ഈ ഒരു ലെൻസും ആ ഒരു ലെവലുള്ള കോംബോ കിറ്റായിട്ട് നമുക്ക് ഈ ലെൻസ് അവൈലബിൾ ആണ്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നോക്കുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു കോംബോ കിറ്റുകൾ കൂടി പരിഗണിക്കണമെന്നാണ് പറയാനുള്ളത്. D3500 ഒരു റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് കൊടുക്കാം, വേണ്ടവർക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. D5600 ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാമറയാണ് D5600. അത് നല്ലൊരു ക്യാമറ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുക. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ ലെൻസ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ കോംബോ കിറ്റായിട്ട് നമുക്ക് ഈ ലെൻസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ക്യാനോണായിട്ട് നോക്കുമ്പോൾ ക്യാനോണിൻ്റെ ഒപ്പം കിട്ടുന്ന സൂം ലെൻസുകൾ നോക്കുകയാണെങ്കിൽ 55 to 250 mm വരെയാണ് അതിൻ്റെ ഒരു റേഞ്ച് വന്നിരുന്നത്. 250 mm ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഫോക്കൽ ലെങ്ത് ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ലെൻസ് നോക്കുകയാണെങ്കിൽ 70-300 mm വരെയാണ് ഇതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 50 mm അഡ്വാൻറ്റേജ് നമുക്ക് നിക്കോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പറയാം. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി വേണമെന്നുള്ളവരെ കുറച്ചൊരു റേഞ്ചിലുള്ള കാര്യങ്ങൾ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ലെൻസിലുള്ള കോംബോ കിറ്റുകൾ പരിഗണിക്കണമെന്നാണ് പറയാനായിട്ടുള്ളത്. പിന്നെ ഈ ഒരു ലെൻസ് ഉപയോഗിച്ചെടുത്തിട്ടുള്ള ഒരുപാട് ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ലെൻസിൻ്റെ ഗുണമേന്മ വിലയിരുത്തണം എന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർക്ക് കയറിയിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഒട്ടുമിക്ക ഫോട്ടോസും അതെ ഈ ഒരു ലെൻസ് വെച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്തത് ഈ ഒരു നിക്കോണിൻ്റെ 70-300 mm ലെൻസിൻ്റെ റിവ്യൂ ആണ്. അത്യാവശ്യം നല്ല ലെൻസാണ്. നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലുള്ള കാര്യങ്ങളും അതിൻ്റെ പോരായ്മയായിട്ട് നമുക്ക് പറയാവുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് വിശ്വസിക്കുന്നത്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി നോക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ബെസ്റ്റ് ലെൻസ് തന്നെയാണ് ഈ ഒരു ലെൻസ്. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ ഫോട്ടോസ് എടുക്കാറുള്ളതാണ്, എനിക്കറിയാം മികച്ച ലെൻസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ലെൻസ് പരിഗണിക്കുക. അങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ കമ്പമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഇതിലുള്ള കോംബോ കിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ക്യാമറ വാങ്ങുവാനാണ് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് അത്രയ്ക്ക് തന്നെ ഉള്ളൂ. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.